എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പാലക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമിൻ്റെ കാഴ്ചകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാമാണ്. അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. കണ്ടുകൊണ്ടിരിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലെ കാഴ്ചകളാണ്. കണ്ടേ, എന്ത് മനോഹരമായ കാഴ്ചകളാണ്. അവിടെ നിന്ന് ആ മല കയറുക, ഇനി കയറി വന്നു. ഇനി മേളി വരെ വന്നപ്പോൾ ഉള്ള വ്യൂ ആണ്. പൊളി, അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇവിടെ ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്ത്, ഈ ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ട്. എല്ലാവരും കയറി നോക്കുക. നമുക്കെന്തായാലും ഇവിടുന്ന് താഴോട്ട് പോവാം. കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ നേരെ പോകുന്നത് മലമ്പുഴ ഡാമിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാനാണ്. അങ്ങനെ നമുക്ക് നേരെ മലമ്പുഴ ഡാമിലേക്ക് പോകാം.
മലമ്പുഴ ഡാമിൽ എത്തിയിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം മുമ്പ് അപ്പുറത്തായിരുന്ന എൻട്രൻസ് ഇപ്പോൾ ഇങ്ങോട്ടാക്കി. ഇവിടുത്തെ പുതിയ കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പം കാണാം. ഇവിടുത്തെ ടിക്കറ്റ് എന്ന് വെച്ചാൽ മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇവിടെ എന്ന് വെച്ചാൽ കണ്ട അടിപൊളിയായിട്ട് നല്ല ഫ്ലവേഴ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൻ്റെ കാഴ്ചകൾ ഓരോന്നായിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. കണ്ടു. ഇനി അകത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പോവാം. ഗാർഡനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഏകദേശം ഇപ്പം കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പം 1 മാസമായിട്ടേ ഉള്ളൂ ഇവിടെ ഇപ്പം തുറന്നിട്ട്. നമുക്കൊരു നടക്കോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഫൗണ്ടൻ കാണാം, ഒരു ഫുഡിൻ്റെ ഫൗണ്ടൻ കാണാം. അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം. അവിടെ നമുക്കൊരു ട്രെയിനുണ്ട്. നല്ല രസമായിട്ട് വെച്ചിരുന്നത്. ഇത് നമ്മളൊരു കസിനാണ് കാജാക്കയാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാജാക്ക കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കോവിഡിന് ശേഷം ഉള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. കാരണം ഒത്തിരി ഗാർഡൻസൊക്കെ അടിപൊളി പുല്ലൊക്കെ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നാൽ അവധി ദിവസം അല്ലാഞ്ഞിട്ട് പോലും ഒത്തിരി വിനോദസഞ്ചാരികൾ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നല്ല വൃത്തിയായിരുന്നു. നമുക്കൊരു വെക്കേഷനിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പൈസ നമുക്ക് നഷ്ടപ്പെട്ടൊന്നും നമുക്ക് ഒരിക്കലും വിചാരിക്കേണ്ട. ഒത്തിരി ആളുകൾ ഇവിടെ
വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ തൊഴിലാളികളെ ഇങ്ങനെ കാണാൻ കഴിയും. ഇവിടെ ഓരോ സ്ഥലത്തും ഇവിടെ ഇങ്ങനെ ഇപ്പോണ്ട് വെള്ളമൊക്കെ ഒഴിക്കാൻ വേണ്ടി. ഇപ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള ഇതൊക്കെ തുടങ്ങിയത്. ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു? അല്ല, അതിനു മുമ്പ് കുറച്ച് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ശേഷം നമ്മുടെ ഈ അടവിന് ശേഷം ഇങ്ങനെ വൃത്തിയാക്കി. അപ്പോൾ വിനോദസഞ്ചാരം ഒത്തിരി വരുന്നുണ്ട്. നമുക്ക് കാണാൻ മുമ്പ് വന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും. കാരണം ഒത്തിരി മാറ്റങ്ങൾ. ഞാൻ ഇന്നു മുമ്പ് വന്നപ്പോൾ ഇങ്ങനൊന്നും ഇല്ല. അതായത് നമ്മുടെ VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഫണ്ട് 5 കോടി രൂപ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് നവീകരണം നടത്തിയിരിക്കുന്നത്. കാണാൻ കഴിയും. നമുക്ക് മേലിൽ കൂടെ ഒരു കേബിൾ കാർ പോകുന്നുണ്ട്. ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്ന ഒരു കേബിൾ കാറാണ് നമ്മൾ ആ കാണുന്നത്. നമ്മൾ തൂക്കുപാലം, ഇവിടെ 2 തൂക്കുപാലമുണ്ട്. മുൻപൊരു തൂക്കുപാലമുണ്ട്. അപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞൊരു തൂക്കുപാലം ഇവിടെ അടുത്തുണ്ട്. തിരിച്ച് വരാനുള്ളൊരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. കണ്ടോ ചെടികളൊക്കെ കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഇതല്ലേ. പിന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ അല്ലേ. ഇവിടെ എല്ലാവരും ഇത് കണക്കുള്ള കളറുള്ള ഇതാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മളെ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകളെല്ലാം ഇതാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഈ മലമ്പുഴ ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ തൂക്കുപാലം തന്നെയാണ്. തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മലമ്പുഴയുടെ ഒരു പ്രത്യേക ഒരു ആകർഷണം കൂടിയാണ് നമ്മുടെ തൂക്കുപാലം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 തൂക്കുപാലമായി. ഒന്ന് നമ്മൾ ആ കാണുന്നത് ഒരു 2 വർഷം മുമ്പ് നിർമ്മിച്ചൊരു തൂക്കുപാലമാണ്. വെള്ളച്ചാട്ടമുള്ള സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇത്. ഈ വിനോദസഞ്ചാരികൾ ഈ തൂക്കുപാലത്തിൽ നിന്നിട്ടാണ് വെള്ളച്ചാട്ടം കാണാറ്. റോപ്പ് നല്ലൊരു ആകർഷണമാണ്. റോപ്പ് യാത്ര, ഈ ഡാമിൻ്റെ വെള്ളത്തിന് കൂടെയുള്ള യാത്ര. ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാ. ഇതിൻ്റെ മേളിലോട്ട് പോവാം. ആ കാണുന്ന സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ മേളിലോട്ട് കയറാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മേളിലോട്ട് കയറാൻ പോവാണ്. ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ കയറുന്നത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് പോകേണ്ട വഴി എന്ന് വെച്ചാൽ അങ്ങ് ദൂരെയാണ്. നമുക്ക് അങ്ങ് വരെ പോയിട്ട് വരാം. ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാട്ടോ അത്. ഡാമിന് മേലെ ആളില്ല. ഉച്ച സമയത്തുകൊണ്ടാണ് തോന്നുന്നു. കാണുന്നതാണ് മലമ്പുഴ വാട്ടർ ലെവല്. സൂം ചെയ്യടാ. അവിടെ വരെ വെള്ളമായി കഴിഞ്ഞാൽ ഷട്ടർ തുറക്കും. പ്രളയത്തിന് അവിടെ ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഷട്ടറും കാര്യങ്ങളൊക്കെ താഴോട്ട് നമുക്ക് ഷട്ടർ കാണാം. നമുക്ക് ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡിലോട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളെന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചകളാണ്. മലമ്പുഴ മൊത്തം കാണാൻ കഴിയും ഇവിടെ നിന്ന്. മലമ്പുഴ ഡാമിൻ്റെ അകം ഫുള്ള് ഗാർഡൻ മൊത്തം നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത്. അവിടെ നിന്ന് കയറി നമുക്ക് ആ വാട്ടർ ഫൗണ്ടൻ്റെ അവിടെ നിന്ന് വന്ന് ഇവിടെയൊക്കെ വന്ന് നേരെ നമ്മൾ തൂക്കുപാലത്തിൽ കയറി ആ ഭാഗത്തോട്ട് പോയി നമ്മൾ പ്രതിമ ഇരിക്കുന്നിടത്തോട്ട് പോയി അവിടെ നിന്ന് കറങ്ങി നേരെ ഡാമിൻ്റെ മുകളിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ മേളിൽ നമുക്ക് ഇതുകൊണ്ട് അവിടെ ആദ്യത്തെ തൂക്കുപാലം കണ്ടോ, അവിടെ നമുക്ക് റോപ്പ് വേ പോകുന്നത് കാണാം. കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല, നോക്കാം. കണ്ട ഇവിടെ നമുക്ക് മലമ്പുഴ ഡാം എന്ന് എഴുതിയേക്കുന്ന ഒരു വലിയൊരിത് നമുക്ക് കാണാം. അങ്ങ് ദൂരെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു സ്ഥലത്ത് പോയില്ലായിരുന്നു, ചെറിയൊരു ഡാമിൻ്റെ അടുത്ത് പോയില്ലായിരുന്നു. അത് ആ മലയുടെ അടുത്താണ്. ആ മല കറങ്ങി ചെല്ലുന്നത് അവിടെയാണ്. കണ്ട അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് റോപ്പ് വേ വരുന്നത്. റോപ്പ് വേ സ്റ്റേഷൻ അവിടെയാണ്. ഇപ്പുറത്തെ സൈഡ് വീണ്ടും നമുക്ക് മലമ്പുഴ ഡാം നമുക്ക് കാണാം. ഇറങ്ങി എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇനി ഈ വീഡിയോ ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ഇനി കാണാൻ പോകുന്നത് കവയിലേക്കാണ്. പാലക്കാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ ഇനിയും നമുക്ക് കാണാനുണ്ട്. അപ്പോഴത്തേക്ക്